മനോഹരമായി മാങ്ങയുണ്ടായി കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഈ മാങ്ങകൾ ഇങ്ങനെ ഒരുപാടുണ്ടാവുന്നതിന് ഒരു സൂത്രവിദ്യയുണ്ട്. അതെന്താണെന്നറിയോ? ഈ മാങ്ങ പതുക്കെ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത്, പൂക്കുന്ന സമയത്തായാലും കുഴപ്പമില്ല, നമ്മൾ ഈ മാവിൻ്റെ ചോട്ടിൽ മാവിൻ്റെ ചോട്ടിൽ നിന്ന് അല്പം നീക്കി നല്ലതുപോലെ കരിയിലിടണം. കരിയിലിട്ടിട്ട് നമ്മൾ ചെറിയ തീ കൊടുക്കണം. മാവിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് നീക്കി, കുറച്ച് അകലത്തിൽ, എന്നിട്ട് തീ കൊടുത്ത് കഴിയുമ്പം നല്ല പുക വരും. ഈ പുക ഈ മാവിൻ്റെ ശിഖരങ്ങളിലും എല്ലാ ഭാഗത്തും ഈ പുക നന്നായിട്ട് അടിക്കണം. അങ്ങനെ പുക നന്നായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മാവ് കായ്ക്കും, നന്നായിട്ട് മാങ്ങ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ റോഡ് സൈഡിലേക്കാണെങ്കിലും വണ്ടികളുടെ പുക കൊണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന മാവുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, നിറഞ്ഞ് ഇങ്ങനെ പൂത്ത് കായുണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും മാവിൻ്റെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി നമ്മൾ നന്നായിട്ട് ഇലകൾ കൂട്ടിയിട്ട് കത്തിച്ച് പുക വരുമ്പോൾ ആ പുക ഈ മാവിലേക്ക് അടിക്കണം. മാവിൻ്റെ ശിഖരങ്ങളിലും ഇലകളിലും എല്ലായിടത്തും അടിച്ച് കഴിയുമ്പോൾ ആ വർഷം മാങ്ങ ഒരുപാടുണ്ടാവും. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഒരുപാട് മാങ്ങ ഉണ്ടായി കിടക്കുന്നതുണ്ടോ. പിന്നെ ഈ മാങ്ങ ചിലതൊക്കെ നമ്മൾ ഈ പുഴുവായി പോകുമല്ലോ. അങ്ങനെ പുഴുവായി പോകാൻ സാധ്യതയുള്ള മാങ്ങകൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെള്ളം എടുക്കുക, പകുതി ചൂടുവെള്ളവും പകുതി തണുത്ത വെള്ളവും, പകുതി ചൂടുവെള്ളവും പകുതി തണുത്ത വെള്ളവും എടുത്തിട്ട് അതിലേക്ക് ഈ മാങ്ങ മുക്കി മാറ്റി വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പുഴുക്കൾ വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും. നമുക്ക് മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ നല്ല മാമ്പഴം പുഴുവില്ലാതെ രുചിയോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇതുപോലെ ഒരുപാട് മാങ്ങ ഇപ്രാവശ്യം കായ്ച്ചു, കുറേ മാമ്പഴം കിട്ടി. ബാക്കി ഇതിനകത്ത് ഒരുപാട് മാങ്ങകൾ കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ പുകച്ചതുകൊണ്ടാണ് എല്ലാ വർഷത്തേക്കാളും കൂടുതലായിട്ട് എനിക്ക് മാങ്ങ കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് അടുത്ത വർഷവും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. ഓക്കേ.